നമസ്കാരം. വെള്ളക്കടലാസ് മുതൽ വെള്ളിത്തിര വരെ നിങ്ങൾക്കും സിനിമാക്കാരനാകാം. 23-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. നമ്മൾ പതിവും പടി ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞു പോകുന്നു. അതിനുശേഷം സിനിമയിലെ പാട്ടെഴുത്തിൻ്റെ കാര്യങ്ങളിലേക്കും കടക്കുന്നു, അല്ലെങ്കിൽ വ്യത്യസ്ത വിഭാഗങ്ങളിലേക്കും കടക്കുന്നു. സിനിമയുടെ ചരിത്രം അറിയുന്നവർക്ക്, അതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കുന്നവർക്ക് ആദ്യ ഭാഗങ്ങളിൽ നിന്ന് ആ ധാരണ കിട്ടുക. സിനിമയിൽ പ്രവേശിച്ച് സിനിമാക്കാരനാകാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതിനുവേണ്ടി കർമ്മപദ്ധതികൾ ഉണ്ടാക്കുന്നവർക്ക്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെയും കഴിഞ്ഞകാല സിനിമയെക്കുറിച്ച് ഒരു ധാരണയും വരും കാലത്തെ സിനിമ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു കണ്ടെത്തലുകളും ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ ചരിത്രത്തെക്കുറിച്ച് പറയുന്നത്. അതേപോലെ തന്നെ സിനിമയിൽ പ്രവേശിക്കാനും വ്യത്യസ്തമായ വിഭാഗങ്ങളിൽ തൻ്റേതായ പ്രതിഭ തെളിയിക്കാനും ആഗ്രഹിക്കുന്നവർ ഇതിനു മുന്നിലുള്ള എപ്പിസോഡുകളും കാണുന്നത് നന്നായിരിക്കും. കഥയെക്കുറിച്ചും തിരക്കഥയെക്കുറിച്ചുമൊക്കെയുള്ള ഭാഗങ്ങളായിരുന്നു ഇതിനു മുന്നേ ഉണ്ടായിരുന്നത്. അതുകൂടി കണ്ടുപോകുമ്പോൾ മുന്നോട്ടുള്ള യാത്ര വളരെ സുഗമമായിരിക്കും എന്ന് മാത്രമല്ല, പ്രവർത്തനത്തിന് ഒരു പുതിയ ഊർജം കിട്ടുകയും അതോടൊപ്പം തന്നെ ഇതൊരു ഉൾപ്രേരകമാവുകയും ചെയ്യും. നമ്മൾ കഴിഞ്ഞ ചരിത്രത്തിൽ 1955 കാര്യമാണ് പറഞ്ഞത്. 1956 നീലക്കുയിലിൻ്റെ വിജയം കൊണ്ട് ചന്ദ്രതാരയുടെ ബാനറിൽ ടി.കെ. പരീക്കുട്ടി അടുത്തൊരു സിനിമ കൂടി നിർമ്മിച്ചു. രാരിച്ചൻ എന്ന പൗരൻ, ഇതായിരുന്നു സിനിമയുടെ പേര്. ഇതിലൂടെയാണ്, അല്ലെങ്കിൽ ഇതിലൊക്കെ പാടിയ ഒരു കൊച്ചിക്കാരനുണ്ട്, മെഹബൂബ് എന്നാണ്, എച്ച് മെഹബൂബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. 4-ാം ക്ലാസ് വരെ മാത്രം പഠിച്ച, എന്നാൽ സംഗീതം ചിട്ടയായി അഭ്യസിക്കാത്ത ഒരു അവധൂതനെ പോലെ നടന്ന കൊച്ചിക്കാരൻ മെഹബൂബ്. കൊച്ചിക്കാരും അതേപോലെ തന്നെ കോഴിക്കോടുകാരും ബായി എന്നാണ് വിളിക്കുന്നത്. മെഹബൂബ് ഇന്നും ഗാനാസ്വാദകർക്കും ചലച്ചിത്ര ലോകത്തുള്ളവർക്കും സഹൃദയർക്കും ഒരു വികാരമാണ്. രാരിച്ചൻ എന്ന പൗരൻ ആ സിനിമയിൽ മെഹബൂബ് പാടിയിട്ടുണ്ട്. ഇതിലൂടെയാണ് പി. ഭാസ്കരൻ മാഷർ ഗാനരചനാ രംഗത്തേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ അടയാളപ്പെടുത്തേണ്ട ചില ഗാനങ്ങൾ ഇതിലുണ്ടായിട്ടുണ്ട്. ഇന്നും ചിലരെങ്കിലും അത് ഓർക്കുന്നുണ്ടാവാം. നാഴൂരിപ്പാൽ കൊണ്ട് നാടാകെ കല്യാണം, 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം, പൂമുറ്റത്തൊരു മുല്ല വിരിഞ്ഞു പൂമണമില്ലെന്നാരു പറഞ്ഞു, കല്ലേ കനിവില്ലേ, ഈ പാട്ടൊക്കെ ആ സിനിമയിലുള്ളതാണ്. ആ സിനിമയിലെ സംഗീത സംവിധായകൻ രാഘവൻ മാഷുമായിരുന്നു. ഇതിൽ രാരിച്ചൻ എന്ന പൗരനിലെ രാരിച്ചനായിട്ട് അഭിനയിച്ചത് മാസ്റ്റർ ലത്തീഫാണ്. എന്നാൽ പിൽക്കാലത്ത് അദ്ദേഹം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് മാറുകയാണ് ഉണ്ടായത്. ഒട്ടേറെ സിനിമകളിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായി മാറിയ മാസ്റ്റർ ലത്തീഫ് പിന്നീട് വളരെ ചുരുക്കം ചില സിനിമകളിൽ മാത്രം ചെറിയ ചെറിയ വേഷങ്ങൾ മാത്രമാണ് അഭിനയിച്ചിട്ടുള്ളത്. കെ.പി. ഉമ്മറിൻ്റെ ആദ്യ ചലച്ചിത്രവും രാരിച്ചൻ എന്ന പൗരൻ എന്ന ഈ സിനിമയാണ്. അതേപോലെ ഇതിൽ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ, പ്രേമ, വിലാസിനി, കൊച്ചപ്പൻ എന്നിവരൊക്കെയാണ് ഇതിൽ സിനിമ ചെയ്തത്. 1956 കൂടപ്പിറപ്പിലൂടെ പ്രേം നസീറിൻ്റെ അനുജൻ പ്രേം നവാസും സിനിമാ രംഗത്തേക്ക് എത്തി. സിനിമാ രംഗത്ത് അത്തവണയുണ്ടായ ഒരു ചരിത്രം വയലാറ് എത്തുന്നു എന്നുള്ളതാണ്. ആ സിനിമയിലൂടെ തുമ്പി തുമ്പി വാവ, 1000 കൈകളിൽ എന്നീ ഗാനങ്ങളൊക്കെ വയലാറിൻ്റെ ഗാനങ്ങളാണ്, ആ സിനിമയിലെ ഗാനങ്ങളാണ്. അവരുണരുന്നു എന്ന ആ സിനിമയിലൂടെ എൻ ശങ്കരൻ നായർ സംവിധായകനും ആയി മാറി. ഇതൊക്കെയാണ് ഈ 1956 ഉണ്ടായ പ്രത്യേകതകൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വേറെയും കാര്യങ്ങളുണ്ട്, അതിലേക്ക് കടക്കാം. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ തവണ പാട്ടുകളെക്കുറിച്ചാണ് പറഞ്ഞത്.
പാട്ടുകളെക്കുറിച്ച് പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ഒരു ഗോസിപ്പും കൂടി പറയേണ്ടതാണെന്ന് തോന്നുന്നു. ഗോസിപ്പിൻ്റെ പറയുന്നതിലെ സന്തോഷം കൊണ്ടല്ല, ഈ ഗോസിപ്പിലെ ഒരു അടിസ്ഥാന വസ്തുത ഉള്ളതുകൊണ്ടാണ്. മലയാളത്തിലെ പ്രമുഖനായ അല്ലെങ്കിൽ പ്രശസ്തനായ ഒരു സംവിധായകൻ ഗായകനുമായി പിണങ്ങുകയുണ്ടായി. അഭിപ്രായ വ്യത്യാസം ഉണ്ടായ സമയത്ത് ഗായകനോട് പറഞ്ഞൊരു വാചകമുണ്ട്: സാർ, അങ്ങയുടെ ഗാനം കേൾക്കാൻ വേണ്ടി കാലങ്ങളായിട്ട് ആൾക്കാർ കാത്തിരുന്നിട്ടുണ്ട്. പഴയ കാലത്ത് ടി വിയോ റേഡിയോയോ, അപൂർവമാണ് റേഡിയോ, അക്കാലത്ത് ടേപ്പ് റെക്കോർഡർ ഇല്ലാത്ത കാലത്ത്, വീഡിയോ ഇല്ലാത്ത കാലത്ത്, സമൂഹ മാധ്യമങ്ങളില്ലാത്ത കാലത്ത് അങ്ങയുടെ ഗാനം കേൾക്കാൻ തിയേറ്ററുകളിൽ പോയി സിനിമ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ തിയേറ്ററിൻ്റെ പുറത്ത് ആളുകൾ നിന്നിട്ടുണ്ട്. എന്ന് വെച്ച് സിനിമ വിജയിക്കണമെങ്കിൽ അങ്ങയുടെ ഗാനം, അങ്ങ് പാടുന്ന ഗാനം വേണമെന്ന ഒരു നിർബന്ധവുമില്ല. അങ്ങ് പാടുന്ന ഗാനം ഇല്ലെങ്കിൽ സിനിമ വിജയിക്കാതിരിക്കണം, അല്ലെങ്കിൽ വിജയിക്കാതിരിക്കും എന്ന് വിശ്വസിക്കുകയും വേണം. ഇങ്ങനെ പറഞ്ഞ് തെറ്റിയ ശേഷം ആ പ്രശസ്ത സംവിധായകൻ പറഞ്ഞു: ഇനി നോക്കൂ, ഞാൻ എടുക്കുന്ന സിനിമയിൽ ഗാനങ്ങളില്ലാതെ സിനിമ എടുക്കുന്നു, സിനിമ വിജയിപ്പിച്ച് കാണിച്ചു തരാം. ശരിയായിരുന്നു. ആ സംവിധായകൻ പിന്നീട് ഗാനങ്ങളില്ലാതെ ചിത്രങ്ങൾ എടുക്കുകയും ആ ചിത്രങ്ങൾ വിജയിക്കുകയും ചെയ്തു. നമുക്കറിയാം, വിദേശ ചിത്രങ്ങളിൽ പലതിലും ഗാനങ്ങൾ ഉണ്ടാകാറില്ല. ചിലപ്പോൾ മ്യൂസിക്കുകൾ വന്നേക്കാം, ഗാനങ്ങൾ വളരെ കുറവാണ്. ഗാനങ്ങൾ ഒരു മസ്റ്റാണോ എന്ന് ചോദിച്ചാൽ അല്ല, വ്യാവസായികമായി മസ്റ്റായിരിക്കാം. പലപ്പോഴും വ്യവസായ ആവശ്യത്തിന്, ഇത് കച്ചവടം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഗാന ചിത്രീകരണങ്ങൾ, അതിൻ്റെ ഒരു റിലാക്സേഷൻ, സിനിമയിൽ റിലാക്സേഷനോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയോ, കഴിഞ്ഞ ഭാഗങ്ങളിൽ പറഞ്ഞു മൊണ്ടാഷിന് വേണ്ടിയും ഒക്കെ ഉപയോഗിക്കാം. എന്നേ കവിഞ്ഞ് സിനിമ വിജയത്തിന് ഗാനം അത്യാവശ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ നമുക്ക് തീർത്ത് പറയാൻ കഴിയും. ഇത്തരം ചില ഉപയോഗങ്ങളാണ് ഗാനങ്ങൾക്കുള്ളത്. ഈ ഗാനങ്ങൾ 4 വരി വീതമാണ്, അതായത് 3 ഖണ്ഡങ്ങളായിട്ടാണ് എഴുതാറുള്ളത്: തുടക്കം, ഒടുക്കം, മധ്യം. ഈ പശ്ചാത്തല സംഗീതവും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതായത് തുടക്കത്തിന്, അതായത് BGM, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്നാണ് പറയുക. പല്ലവിക്ക് ആദ്യത്തെ 4 വരിക്കാണ് ഈ പറയുന്നത്. BGM അനുപല്ലവിക്ക് BGM വരുന്നത് ചരണത്തിന്, ഇങ്ങനെ ഇടയ്ക്കാണ് BGM വരുന്നത്. അത് കഥാസന്ദർഭമനുസരിച്ച്, ചിത്രീകരണമനുസരിച്ച് പല വിധത്തിലും ഇതിന് വ്യത്യാസങ്ങളുണ്ടാവാം. എന്നിട്ട് ഈ ഗാനങ്ങൾ വ്യത്യസ്ത ട്രാക്കുകളിൽ പാടിയാണ് റെക്കോർഡ് ചെയ്യുക. പലപ്പോഴും പ്രമുഖ ഗായകന്മാരെത്തുന്നതിന് മുമ്പ് മറ്റ് ജൂനിയർ ഗായകർ ഇത് പാടുകയാണ്, ട്രാക്ക് പാടുന്നു എന്നാണ് പറയുക. അങ്ങനെ വ്യത്യസ്ത ട്രാക്കുകളിൽ പാട്ടെടുക്കുന്നു, മ്യൂസിക് എടുക്കുന്നു, അത് കഴിഞ്ഞത് മിക്സ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നാഗ്ര എന്ന് പറയുന്ന ടേപ്പുകളിൽ പകർത്തിയിട്ട് ചിത്രീകരണ സമയത്തത് കേൾപ്പിച്ചുകൊണ്ടാണ് ചിത്രീകരണം നടത്തുക. ഇതൊക്കെ പാട്ടും അതിൻ്റെ ടെക്നോളജിയെക്കുറിച്ചാണ് പറഞ്ഞത്. നമുക്കാവശ്യം പാട്ട് എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ പാട്ട് എഴുതേണ്ടത് എങ്ങനെയാണ്, അതെങ്ങനെയാണ് സിനിമയ്ക്ക് ആവശ്യകതയായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ സിനിമയിൽ എങ്ങനെയാണ് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത്. ഒരു പാട്ടെഴുത്തുകാരനാവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എങ്ങനെയാണ് അതിലേക്ക് കിടക്കേണ്ടത്, ഇതൊക്കെയാണൊക്കെ നമുക്ക് ഇതിലൂടെ അറിയേണ്ടത്. മറ്റുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്, ഒരു സ്വാഭാവികമായിട്ട് പറഞ്ഞു പോകുന്ന ജനറൽ കാര്യങ്ങൾ മാത്രമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാനാണ് നമ്മൾ ഈ ചാനലിലൂടെ ശ്രമിക്കുന്നത്. നമുക്കറിയാം, ഈ പാട്ടുകളെ ഓരോ പാട്ടിനെയും തരംതിരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ONVയുടെയും വയലാറിൻ്റെയും, അതേപോലെ തന്നെ ശ്രീകുമാരൻ തമ്പിയുടെയും P. ഭാസ്കരൻ്റെയും മങ്കമ്പു ഗോപാലകൃഷ്ണൻ്റെയും ഒക്കെ ഗാനങ്ങളെടുത്ത് പരിശോധിക്കുകയും പുതിയ തലമുറയിലെ ഗാനങ്ങളെടുത്ത് പരിശോധിക്കുകയും അവ എങ്ങനെയാണ് സിനിമയിൽ സ്പേസ് ചെയ്തിരിക്കുന്നത്, ആ സ്പേസിൽ എങ്ങനെയാണ് ഇതുകൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് എങ്ങനെയാണ് ഗാനരചന നടത്തേണ്ടത് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. കഥയെഴുത്തോ തിരക്കഥ എന്ന് ഏറ്റവും കൂടുതൽ പറയില്ല, കഥയെഴുത്തോ സാഹിത്യരചനകളോ കവിത എഴുത്തോ അതേപോലെ തന്നെ പാട്ടെഴുത്തോ എന്നും പറഞ്ഞ് പഠിപ്പിച്ചു തരേണ്ട കാര്യങ്ങളല്ല, അങ്ങനെ എളുപ്പവുമല്ല. നിങ്ങളുടെ ഉള്ളിൽ ഇതിൻ്റെ അകത്തൊരു കനലുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊന്ന് ഊതുമ്പോൾ ആ ചാരം മാറി കനൽ ജ്വലിക്കുകയും അത് പ്രകാശം പരത്തുകയും അത് നിങ്ങളൊരു നല്ല കവിയായോ
കഥാകൃത്തായോ അല്ലെങ്കിൽ ഗാനരചയിതാവായോ മാറുകയോ ചെയ്യും. അങ്ങനെ മാറാൻ വേണ്ടിയുള്ള, അങ്ങനെ നിങ്ങളിലുള്ള കനൽ ജ്വലിക്കാൻ വേണ്ടി, അത് പ്രായോഗികമായി സിനിമാ രംഗത്തേക്ക്, നിങ്ങൾ ആഗ്രഹിക്കുന്ന രംഗത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ടിപ്സുകളടക്കമുള്ള കാര്യങ്ങളാണ് ഇത്തരം എപ്പിസോഡുകളിലൂടെ പറഞ്ഞ് ഈ ചാനലിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഗാനങ്ങൾ രചിക്കുന്നത്, ഈ 4 വരി എങ്ങനെയാണ്, പഴയ കാലത്ത് എങ്ങനെയായിരുന്നു, ഇപ്പോഴുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, ഇനി എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്, ഈ കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതോടൊപ്പം തന്നെ ഒരു തിരക്കഥ നമ്മൾ ഫോളോ ചെയ്തിരുന്നു. ആ തിരക്കഥ എങ്ങനെയൊക്കെയാണ് ആ തിരക്കഥ സ്പേസിൽ ഈ ഗാനങ്ങൾ പ്ലേസ് ചെയ്തേക്കണേ എന്നുകൂടിയും നോക്കാം. പുതിയ തിരക്കഥകളിൽ എങ്ങനെ ഗാനം അവർ ചെയ്തിരിക്കുന്നു, അതിൻ്റെ ടെക്നോളജി മനസ്സിലാക്കാം, അതിൻ്റെ രീതികൾ മനസ്സിലാക്കാം, പ്രായോഗികത മനസ്സിലാക്കാം. ഈ പ്രായോഗികത മനസ്സിലാക്കാനും അതിൻ്റെ സാങ്കേതികത മനസ്സിലാക്കാനും അതിൻ്റെ മറ്റ് ക്രിയാത്മകത മനസ്സിലാക്കാനും നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ ശ്രമിക്കാം. നന്ദി, നമസ്കാരം.